ശിവായ. ഹര ഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരുമഹ ദേവ നമസ്തുതീ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ എല്ലാവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്കിന്നൊരു കഥയിലേക്ക് പോകാം. അമ്മയും അപ്പനും തമ്മിലുള്ള ഒരു പിണക്കത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരിൻ്റെയും കഥയാണ്. അത് ലോകരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് മറ്റൊരു കാര്യം, നമ്മുടെ അമ്മ പാർവതി ദേവി പർദ്ദ ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റ് സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കാളി എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം എന്നാണ്. അപ്പോൾ എന്തിനാണ് ഈ കറുത്ത നിറം ഇട്ടത് എന്നുള്ള കാര്യം പറയാം. പാർവതി ദേവി മനുഷ്യ രൂപത്തിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ രൂപത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ അമ്മ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ നിൽക്കുകയാണ്. മഹാദേവൻ എന്ത് ചെയ്യുന്നു? മഹാദേവന്റെ രൂപം അറിയാലോ, ഇങ്ങനെ ജടയും അതിൽ സർപ്പവും പിന്നെ കയ്യിലൊരു ശൂലവും ഭസ്മക്കുറിയും പുലിത്തോലും അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വേഷധാരിയുടെ മുന്നിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് അന്നുണ്ടായിരുന്ന അസുരന്മാരും, അന്ന് ഈ വിമാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില അസുരന്മാർ വിമാനത്തിൽ വന്ന് കൈലാസത്തിലിരുന്നു ഭഗവാനെ നോക്കിയിട്ട്, സുന്ദരിയാണല്ലോ, ഈ സുന്ദരി എന്തിനാ ഇവിടെ ഈ ഫിഷക്കാരനോടൊപ്പം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഇതൊക്കെ നമ്മൾ മനുഷ്യന് പഠിക്കാൻ വേണ്ടിയാണ്. ഭഗവാന് വേണമെങ്കിൽ ആ തൃക്കണ്ണ് തുറന്ന ആ അസുരനെ നശിപ്പിക്കാം. ആ ശൂലമെടുത്തൊന്ന് ചുഴറ്റിയാൽ മതി, അവന്റെ വിമാനം ഉൾപ്പെടെ തകർന്നു വീഴും. പക്ഷെ ഇതെല്ലാം ഒരു പാഠമാക്കി തന്നിരിക്കുന്നത് ഈ ഭൂമിയിലെ ഓരോ ജന്മങ്ങൾക്കും വേണ്ടിയാണ്. ഇപ്പൊ ഭഗവാൻ മിണ്ടാതെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര സങ്കടമായി. കാരണം ഓരോരുത്തർ വരുന്നു, ഇങ്ങനെ വിമാനത്തിൽ വരുന്നു, അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങി നടക്കുമ്പോൾ അങ്ങനെ ഒരു സംസാരമുണ്ടാകുന്നു, പ്രത്യേകിച്ച് അസുരന്മാരുടെ ശല്യം. കാരണം ദുഷ്ടവിചാരമുള്ള ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ സുന്ദരിയായ ഒരു ഭാര്യയെയും കൊണ്ടൊരു ഭർത്താവ് പോയി കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി കുറെ അസുരന്മാർ നിൽക്കാറുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത്തരം ചിന്തയുള്ളതൊക്കെ അസുരന്മാർ തന്നെയാണ്. അത് മനുഷ്യനാണെങ്കിലും ആരാണെങ്കിലും, എത്ര നല്ല മനുഷ്യനാണെങ്കിലും മറ്റു സ്ത്രീകളെ കാണുമ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ വരുന്നവർ ആസുരിക ചിന്തയുള്ളവരാണ്. അപ്പോൾ അത്തരത്തിൽ ആസുരിക ചിന്തയുള്ള മനുഷ്യർ തന്നെയാണ് അന്നത്തെ അസുരന്മാരായിട്ടിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേവി തന്നെ ഒരു ഉപായം പറഞ്ഞു. ദേവ, ഞാൻ എൻ്റെ ശരീരം കറുപ്പ് നിറമാക്കാൻ പോകുന്നു. ഞാനിങ്ങനെ വെളുത്ത നിറമായിരിക്കുന്നത് കൊണ്ടാണല്ലോ ഞാനിതൊക്കെ കേൾക്കാനും അങ്ങ് ഇതൊക്കെ കേൾക്കാനും ഇട വരുന്നത്. അങ്ങാണെങ്കിലൊട്ട് പ്രവർത്തിക്കുന്നുമില്ല, അങ്ങാണെങ്കിലൊട്ട് മിണ്ടുന്നുമില്ല. അപ്പോൾ ഭഗവാൻ പറയും, മിണ്ടേണ്ട സമയമാകുമ്പോൾ ഞാൻ മിണ്ടാം പാർവതി എന്നിങ്ങനെ പറയും. ഭഗവതിയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ ശല്യം സഹിക്കവയ്യാതെ എന്ത് ചെയ്തു? അമ്മ ഒരു കറുത്ത ശരീരം, കറുത്ത ത്വക്ക് എന്നാണ് അതിൽ പറയുന്നത്, കറുത്ത ആഭരണം. കഥയിൽ പറയുന്ന അങ്ങനെയാണ്, ആവരണം എന്നാണ് പറയുന്നത് തന്നെ. കറുത്ത ത്വക്ക് അല്ലെങ്കിൽ വസ്ത്രമോ എന്തോ ആവാം. അങ്ങനെ ഒരു കറുത്ത ആവരണം ആ ശരീരമായി നിറച്ചു. അതിനുശേഷം അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സുന്ദരിയായ സ്ത്രീയെ കാണാതാവുകയും കറുത്ത് ഇരിക്കുന്ന ഒരു കറുത്ത ഒരു ആവരണം മാത്രമാണ് ധരിച്ചിരിക്കുന്ന ആളെ കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വന്നിരിക്കുന്ന ശല്യക്കാരും ഇങ്ങനെ വരുന്ന അസുരന്മാരും ഇങ്ങനെ ആസുരിക ചിന്തയും അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യും? അവർ വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയി. കാരണം അവിടെ ഉണ്ടായിരുന്ന സുന്ദരിയായ സ്ത്രീയെ കാണാനില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സുന്ദരിയായ സ്ത്രീയായിട്ട് ഭഗവാൻ അമ്മ വേഷം മാറിയിരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല കാര്യം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന കാര്യം അമ്മയും അപ്പനും ഒരു നാടക രൂപേണ നമുക്ക് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ നമ്മൾ തന്നെ ഈ മനോഹരമായ പ്രകൃതി നോക്കിക്കേ. എത്ര മനോഹരമായ പ്രകൃതി കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വെറുതെ വിടൂ? അവിടെ ഇടിച്ചു നിരത്തലായി, അവിടെ പാറപൊട്ടിക്കലായി, അല്ലെങ്കിൽ അവിടെ മൊത്തം ആ ഭംഗിയെ നശിപ്പിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളായി. അതുപോലെ തന്നെയാണിത്. അപ്പോൾ പ്രകൃതിയിലും അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ വെറുതെ വിടത്തില്ല.
അപ്പോൾ അങ്ങനെ ആ ഒരു പിന്നീട് ആ കറുത്ത രൂപത്തിലായി. അങ്ങനെ ആ ഒരു രൂപത്തിലായ അമ്മയെയും കൂട്ടി കുറേ വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ അങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത് അപ്പനും അമ്മയും. അങ്ങനെ അമ്മയും അപ്പനും പരമസുന്ദരമായ മന്ദരാചലം എന്ന് പറയുന്ന ഒരു മനോഹരമായ ഭൂപ്രദേശമുണ്ട് ഹിമാലയത്തിൽ. അവിടെ വാസസ്ഥലമാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, അവർ സന്തോഷത്തോടു കൂടി താമസിച്ചും ഉല്ലസിച്ചും ഒക്കെ ഇങ്ങനെ നടക്കുവാൻ തുടങ്ങി. അങ്ങനെ കാലങ്ങളേറെ കടന്നു. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ഈ അസുരന്മാരുടെ ശല്യമുണ്ടാവുകയും ഈ അസുരന്മാർ വീണ്ടും ബ്രഹ്മാവിൽ നിന്ന് വരങ്ങളൊക്കെ വാങ്ങുകയും അങ്ങനെ അവർ പ്രബലന്മാരായി തീരുകയും ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെ ആക്രമിച്ച് കീഴടക്കുകയും ലോകരെ പീഡിപ്പിക്കുകയും അനീതിയിലൂടെ ഈ വേദാധ്യായവും വേദം പഠിപ്പിക്കുന്ന അതൊക്കെ മുടക്കുകയും യജ്ഞത്തെ മുടക്കുകയും വേദങ്ങളെടുത്ത് നശിപ്പിക്കുകയും അതിനെയൊക്കെ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തു. ഇത് കാരണം ദേവന്മാർ, അതായത് ദൈവിക ഭാവമുള്ള മനുഷ്യർ, ദൈവിക ചിന്തയുള്ളവർ എന്തു ചെയ്തു, ഒരു തീരെ ദുഃഖിതരായി തീർന്നു. അവർ പോയി ബ്രഹ്മാവിനെ കണ്ട് സങ്കടമുണർത്തിച്ചു. അങ്ങനെ ബ്രഹ്മാവിനെ കണ്ട് സങ്കടമുണർത്തിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നമുക്ക് ഈ ദൈത്യരെ നശിപ്പിക്കുന്നതിന്, അതായത് ഈ അസുരന്മാരെ നശിപ്പിക്കുന്നതിന് ദേവേശ്വരനായ, ദേവന്മാരുടെ ഈശ്വരനായ ശിവനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ അവർ അവിടെ ചെന്നിട്ട് ഭഗവാനെ കണ്ടിട്ട് പറഞ്ഞു, ആ നിൽക്കുന്ന അസുരന്മാരെ നിഗ്രഹിക്കണമെങ്കിൽ അമ്മ വിചാരിച്ചാലേ നടക്കൂ, കാരണം പ്രകൃതി വിചാരിച്ചാലേ നടക്കൂ. അപ്പോൾ പ്രകൃതി വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അതിന് അമ്മയിൽ നിന്ന് തന്നെ ഒരു കറുത്ത രൂപം ഉണ്ടാകണം, അമ്മയിൽ നിന്ന് തന്നെ കാളി ഉണ്ടാകണം. നമ്മൾ കാളി എന്ന് വിളിക്കാറില്ല, കാളി ദേവി എന്നൊക്കെ വിളിക്കാറില്ല. അപ്പൊ അമ്മയുടെ ശരീരത്തിൽ നിന്ന് തന്നെ ആ കറുത്ത കാളി രൂപം ഉണ്ടാകണം. അതുകൊണ്ട് അമ്മ ഇപ്പോ എന്തു ചെയ്തു, ഈ നേരത്തെ ഉണ്ടായിരുന്ന അസുരന്മാരുടെ ഇതിൽ നിന്നും തന്റെ ഭർത്താവിന് മാത്രം തന്റെ സൗന്ദര്യം കാണത്തക്ക രീതിയിൽ കറുപ്പ് മൂടിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം ചില മതഗ്രന്ഥങ്ങളുമായൊക്കെ ഒരു സാമ്യം വരുന്നില്ല. ശിവഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ തന്റെ സൗന്ദര്യം തന്റെ ഭർത്താവ് മാത്രം കണ്ടാൽ മതി, വേറെ ആരും കാണണ്ട എന്നുള്ളതിൽ അങ്ങനെ ആ കറുത്ത ഇതൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നിലവിൽ അമ്മ കറുപ്പായി നിൽക്കുകയാണ്. പക്ഷെ അമ്മയ്ക്ക് കറുത്ത മറ്റൊരു രൂപം സൃഷ്ടിക്കണം. അങ്ങനെ സൃഷ്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഒരു നാടകം കളിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ എന്ത് ചെയ്തു, ബ്രഹ്മദേവൻ ചെന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, പ്രഭു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയായാൽ അമ്മ ഈ കറുപ്പായി നിൽക്കുന്ന കാരണം പ്രകൃതിയുടെ അവിടെ ഇവിടെയൊക്കെ കറുത്ത് നിൽക്കുക. അത് കാരണം അസുരന്മാരുടെ വിചാരം ആസുരിക ഭാവമാണെന്ന് കരുതി അവരും അവരുടെ അഴിഞ്ഞാട്ടം തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, മറ്റാരും കേൾക്കരുത്, അത് അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമായാലും, അപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിന്ദിക്കണം, അങ്ങനെ അവഹേളിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മാർഗം മുഖേന ദേവിയെ കോപിപ്പിച്ച് അവരുടെ ഇപ്പോഴത്തെ ആ ഒരു വേഷത്തെ അതിനെ നിന്ദിക്കണം. അപ്പോൾ അങ്ങനെ നിന്ദിക്കുമ്പോൾ അതിൽ നിന്ന് കാമഭാവമില്ലാത്ത, അപ്പോൾ കാമം ഉണ്ടാകണമെങ്കിൽ ഒരു സന്തോഷം വേണം. കാമമില്ലാതെ അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, ഒരു ദേഷ്യഭാവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാമഭാവമില്ലാത്ത കുമാരീ സ്വരൂപമായ ശക്തിയെ കൊണ്ടേ നമുക്ക് ഈ അസുര ജന്മങ്ങളെ നശിപ്പിക്കുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അങ്ങ് ദേവിയെ നിന്ദിക്കുകയോ ദേഷ്യപ്പെടുത്തുകയോ ചെയ്യുക. അതിൽ നിന്ന് ഈ കാളിമ പുറത്തു വന്നിട്ട് ആ കാളിമ അല്ലെങ്കിൽ ആ കാളി ആ അസുരന്മാരെ ഇവിടെ നിന്ന് മാറ്റിക്കോളും. ഇതൊക്കെ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് മക്കളെ. ബ്രഹ്മദേവന്റെ ഈ നിർദ്ദേശപ്രകാരം ഭഗവാൻ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു, ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ മന്ദരാചലത്തിന്റെ ഒരു ഭാഗത്ത് രണ്ടുപേരും കൂടി അങ്ങനെ ഓരോ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, ഇങ്ങനെ നമ്മൾ കൈയൊക്കെ നീട്ടിയിട്ട് നിന്ദിച്ച് ചിരിക്കത്തില്ലേ, അതുപോലെ ഭഗവാൻ പാർവതീ ദേവിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിന്ദിച്ച് അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. മുഖത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ മലർത്തി ഇങ്ങനെ ആക്കിയിട്ട്, അതൊരു നിന്ദാ ചിരിയാണ്. നമ്മൾ സങ്കല്പിച്ചാൽ മതി എങ്ങനെയാണ്. കൈ മലർത്തി ആ മുഖത്തിന് നേരെ നീട്ടിയിട്ട് ഇങ്ങനെ നിന്ദിച്ചു ചിരിക്കുവാൻ തുടങ്ങി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നീ കറുത്തവളാണ്,
എന്റെ വെളുത്ത ശരീരത്തോട് ചേർന്നിരിക്കുന്ന കറുമ്പിയായ നീ വെൺചന്ദന മരത്തിൽ ചുറ്റിയിരിക്കുന്ന കൃഷ്ണ സർപ്പം പോലെയാണ്. എത്ര മനുഷ്യനെ ഇതാക്കുന്ന വാക്കുകളാ ഭഗവാൻ പറഞ്ഞു നോക്കിക്കേ. സ്വന്തം മനസ്സിൽ അറിയാം അങ്ങനെ ഒരു ഇത് നമ്മുടെ ലോകരക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഭഗവാൻ ഇത് പറയുന്നത്. പെട്ടെന്ന് ദേവി ആകെ ഇതെന്തായി പറയുന്നേ, നീ കാളിയാണ്, കറുത്തവളാണ്, അതുകൊണ്ട് എന്റെ വെളുത്ത ശരീരത്തോട് ചേർന്നിരിക്കാനൊന്നും നിനക്ക് പറ്റില്ല. കറുമ്പിയായ നീ നല്ല ചന്ദന മരത്തിൽ ചുറ്റിയിരിക്കുന്ന കൃഷ്ണസർപ്പം എന്ന് പറഞ്ഞാൽ കറുത്ത ഒരു സർപ്പമില്ലേ, അതുപോലെയാണ്. കൃഷ്ണസർപ്പത്തിലെ രാത്രി പോലെ നീ എനിക്ക് ദൃഷ്ടിദോഷം ഉളവാക്കുന്നു. അതുകൊണ്ട് നിന്നെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ കണ്ണിനൊരു സുഖമുള്ള കാഴ്ചയൊന്നുമല്ല. പെട്ടെന്ന് ദേവിക്ക് ഇത് കേട്ട് എന്താ പറഞ്ഞ കോപാകുലയാകുകയും മുഖം വീർപ്പിച്ച്, സാധാരണ ഈ പെണ്ണുങ്ങൾ മുഖം വീർപ്പിച്ചിട്ട് തിരിഞ്ഞിരിക്കുന്ന കണ്ടിട്ടില്ലേ, ഇന്നാണെങ്കിൽ എന്ത് ചെയ്യും, ഇന്നതുപോലെ പറഞ്ഞാൽ എന്ത് ചെയ്യും, തൊട്ടടുത്തിരിക്കുന്ന വെട്ടുകത്തിയോ എന്നാ ചപ്പാത്തി ഉരുട്ടുന്നതന്നെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് അടിക്കാൻ നോക്കും, അല്ലെങ്കിൽ കാലുകൊണ്ടൊന്ന് തൊഴിക്കാനെങ്കിലും നോക്കും. എന്നാൽ അന്ന് പെട്ടെന്നൊന്ന് കോപം വന്നു. പക്ഷെ ഭർത്താവിൽ നിന്ന് മുഖം തിരിച്ച് പിണക്കം പോലെ ഇരുന്നു. പ്രഭു ഇരുന്നാൽ ആർക്കും ഇടിവുണ്ടാകും. എന്നിട്ട് ദേവി അങ്ങോട്ട് പറയുകയാണ്, നമ്മൾ ഇരക്കുമ്പോൾ ഇടിവുണ്ടാവും. കാരണം ദേവിയെ പറഞ്ഞ എന്ത് നല്ല വാക്കാണ്, നമ്മൾ ഒരു വസ്തു ഒരാളിൽ നിന്ന് ഇരന്നു വാങ്ങിയാൽ അതിലൊരു ഇടിവുണ്ട്. അയാൾ അറിഞ്ഞു തരികയാണെങ്കിൽ അതിന് ഇടിവില്ല, ഇല്ലേ? നമ്മൾ ഒരാൾക്കൊരു സാധനം നിങ്ങൾക്ക് അറിഞ്ഞാണ് തരുന്നത്, അതിന് ഇടവില്ല. എന്നാൽ നിങ്ങൾ ചോദിച്ച് ഇരന്നു വാങ്ങുവാണെങ്കിലോ അതിലൊക്കെ ഒരു ഇടിവ് വരും. അതാണ് ദേവി പറയുന്നത്, ഇവിടെ പറയുന്നത്, പ്രഭു ഇരന്നാൽ ആർക്കും ഇടിവുണ്ടാകും. ഞാൻ അങ്ങയെ ഇരന്നു വാങ്ങിയതല്ലേ, അതുകൊണ്ടാണല്ലോ ഞാനിന്ന് അപമാനിതായി തീർന്നത്, അല്ലേ? ഒരുപാട് തപസ്സൊക്കെ ചെയ്ത അമ്മ ഇരന്നിരുന്നല്ലേ പാപ്പനെ സ്വന്തമാക്കിയത്. അപ്പൊ അതുകൊണ്ടപ്പോ പറഞ്ഞു, ഞാൻ ഇരുന്നാൽ ആർക്കും ഇടിവുണ്ടാകും, ഞാൻ അങ്ങയെ ഇരുന്നു, അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്ന് ഈ അപമാനിതായി തീർന്നത്. ഞാൻ കറുമ്പിയാണ്, സമ്മതിച്ചു, അല്ലാതെ ഞാൻ പറയുന്നില്ല. അതെന്തിനാണെന്ന് അങ്ങയ്ക്ക് അറിയുകയും ചെയ്യാം. ദേ ഇരിക്കുന്ന കണ്ടില്ലേ മഹാകാളൻ. മഹാകാളൻ എന്ന് വിളിക്കുന്നത് അങ്ങനെയാണല്ലോ. സ്വന്തം ദോഷം മറച്ചു വയ്ക്കാൻ അന്യരിൽ ആ ദോഷം ആരോപിക്കുന്നത് പണ്ടേ അങ്ങയ്ക്ക് സഹജമാണല്ലോ. ഈ പരിഹാസം സഹിച്ചുകൊണ്ട് അങ്ങയോടൊപ്പം ജീവിക്കാൻ എനിക്കിനി സാധ്യമല്ല. എന്റെ ഈ കറുപ്പ് നിറത്തിൽ അങ്ങയ്ക്ക് പ്രേമമില്ലെങ്കിൽ ഇത്രയും നാൾ അവിടുന്ന് എന്തുകൊണ്ട് ഈ കാര്യം എന്നോട് പറഞ്ഞില്ല? ഇത്രയും നാൾ ഈ കറുപ്പ് നിറവും കൊണ്ടല്ലേ നടന്നത്. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ കറുപ്പാക്കിയത് എന്നുള്ള കാര്യവും അങ്ങേക്ക് നല്ലപോലെ അറിയാം. ആ സമയത്തെങ്കിലും അങ്ങ് എന്തേ പറയാത്തത്, ഇത് വേണ്ട എന്നുള്ളത്? ഭർത്താവിന് അവളിൽ അനുരാഗമില്ലെങ്കിൽ ബാക്കി സകല ഗുണങ്ങളോടൊപ്പം അവളുടെ ജന്മം നിഷ്ഫലമാകും. നമ്മുടെ പല കുടുംബങ്ങളിലും ഇന്ന് നടക്കുന്ന ഇതാണ്. കല്യാണം കഴിഞ്ഞു കുറച്ച് ദിവസമൊക്കെ ഒരു സ്നേഹവും ലാളനയവും ഒക്കെ ഉണ്ടാകും, പിന്നീട് രണ്ടും രണ്ട് രീതിയിലാകും. ആ ഒരു അനുരാഗം എന്ന് പറയുന്ന ആ ഒരു എപ്പോഴും നിലനിൽക്കേണ്ട, മരണം വരെ ഉണ്ടായിരിക്കേണ്ടതാണ് മക്കളെ, അല്ലാതെ കുറേ കാലം കഴിഞ്ഞിട്ട് വെറുത്ത് മാറി നിൽക്കേണ്ടതല്ല. അപ്പോൾ അതാണ് ഇന്ന് പല കുടുംബങ്ങളിലും ദാമ്പത്യ തകർച്ചയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഭർത്താവിന് എപ്പോഴും ഭാര്യയോടൊരു സ്നേഹവും പ്രേമവും അനുരാഗവും ഒക്കെ വേണം. അത് നിങ്ങള് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നൊരു സമയത്ത് മാത്രമല്ല, അതെപ്പോഴും കൂടെ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുമ്പോഴാണ് കുടുംബ ബന്ധം വളരെ നല്ലതായി മാറുന്നത് തന്നെ. അപ്പോൾ അതില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ബാക്കി സകല ഗുണങ്ങളോടൊപ്പം അവളുടെ ജന്മം നിഷ്ഫലമാകും. അവൾക്കിനി എന്തൊക്കെ ഗുണമുണ്ടെന്ന് പറഞ്ഞാലും ഓരോ കുടുംബവും കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എന്ത് ഗുണം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു സ്നേഹബന്ധത്തിൽ അത് അളക്കാൻ പറ്റാത്ത രീതിയിൽ, അത് അവസാനം വരെ നിലനിർത്തുന്ന രീതിയിൽ, അതിനകത്ത് മായം ചേരാത്ത വിധത്തിൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അതില്ലെങ്കിൽ ഇനി ഭാര്യയ്ക്ക് എന്ത് ഗുണമുണ്ടെങ്കിലും ഭർത്താവിന് എന്ത് ഗുണമുണ്ടെങ്കിലും അതൊക്കെ നിഷ്ഫലം, ഫലമില്ലാത്തതായി തീരും. അതിനാൽ അങ്ങ് ഏകാന്തത്തിൽ ഏതിനെയാണോ അപഹസിച്ചത് ആ നിറം ഉപേക്ഷിച്ച് മറ്റൊരു നിറം ഞാൻ സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വയം മറഞ്ഞു പോകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാർവതീദേവി ശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് തുടർന്ന് തപസ്സിന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തൊണ്ടയിടറിക്കൊണ്ട് പോകാൻ അനുമതി ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, പ്രിയേ, ഞാൻ കളിയായിട്ടൊരു തമാശയ്ക്ക് വേണ്ടിയല്ലേ അങ്ങനെ പറഞ്ഞത്. എന്റെ മനോഭാവം അറിയാതെ നീ എന്തിനാണ് വെറുതെ കോപിക്കുന്നത്? ഈ ലോകത്തിൽ എനിക്ക് നിന്നോടല്ലാതെ മറ്റാരോടാണ് പ്രേമമുണ്ടാവുക? നീ ജഗന്മാതാവാണ്, ഞാനോ പിതാവ്. കേട്ടല്ലോ, നീ ലോകത്തിന്റെ മാതാവാണ്, പക്ഷെ ഞാൻ അതിന്റെ പിതാവാണ്. അപ്പൊ പിന്നെ നിന്നോടെങ്ങനെയാണ് എനിക്ക് പ്രേമമില്ലാതാവുന്നത്? കാരണം നീ
ലോകത്തിന്റെ മാതാവാണ് ഞാൻ, ലോകത്തിന്റെ പിതാവാണ്, ആ സ്ഥാനത്ത് മറ്റാരുമില്ല. അങ്ങനെയുള്ളപ്പോൾ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രേമമില്ലാതിരിക്കുക? നമ്മൾ രണ്ടുപേരുടെയും ഈ ലീല വിഹാരത്തിന്റെ ഉദ്ദേശം തന്നെ ലോകരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ദേവിക്ക് അറിയാമല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, ദേവ, ഭർത്താവിന്റെ സ്നേഹത്താൽ വഞ്ചിതയാകുന്ന ഏതൊരു സ്ത്രീയും, അവൾ തറവാട്ടിൽ പിറന്നവളായാലും ശരി, ശുഭലക്ഷണങ്ങളുള്ളവളായാലും ശരി, പ്രാണത്യാഗം ചെയ്യാൻ തയ്യാറായേക്കും. അപ്പോൾ തന്റെ ഭർത്താവിന്റെ, അതിപ്പോ ഇന്നിപ്പോ എത്രയൊക്കെ പോയാലും ഭർത്താവ് എന്ന് പറയുന്ന ഒരു ചിന്ത സ്ത്രീകളുടെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ, പുറത്തത് കാണിച്ചില്ലെങ്കിൽ. അപ്പോൾ ഭർത്താക്കന്മാരൊക്കെ ഒന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കണം. അപ്പോൾ എന്റെ ദേഹം കറുപ്പാണ്, അതിൽ അങ്ങേക്ക് ദുഃഖമുള്ളത് കൊണ്ടാണല്ലോ കളിയായിട്ടാണെങ്കിലും എന്നെ കാളി, കറുമ്പി എന്നൊക്കെ വിളിച്ചത്. അതിനാൽ നിന്ദിതമായ ഈ കറുപ്പ് നിറം കളയാതെ ഞാൻ ഇനി ഇവിടേക്കില്ല. എന്നിട്ടും അങ്ങ് ഓർക്കുന്നില്ലല്ലോ ഞാൻ ആർക്ക് വേണ്ടിയാണ് ഈ കറുപ്പ് ഇത് അണിഞ്ഞത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഈ കറുപ്പിട്ടത്. ഞാൻ അങ്ങയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരിൽ നിന്ന് അങ്ങയ്ക്ക് ദുഃഖം വരാതിരിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ കറുപ്പിട്ടത്. എന്നിട്ടും അങ്ങ് ഇപ്പോൾ അതിനെ കളിയാകും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിന്റെ കറുപ്പിനെ കുറിച്ച് ദുഃഖമുണ്ടെങ്കിൽ തന്നെ അതിന് തപസ്സിന്റെ ആവശ്യമുണ്ട്. എന്റെ അല്ലെങ്കിൽ നിന്റെ സ്വന്തം ഇച്ഛയാൽ തന്നെ നിറം മാറ്റാവുന്നതേയുള്ളൂ. പരമേശ്വരൻ അങ്ങനെ പറഞ്ഞപ്പോൾ പാർവതി പറഞ്ഞു, അമ്മ പറഞ്ഞു, ഞാൻ അങ്ങയിൽ നിന്നും എന്റെ നിറം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. കേട്ടല്ലോ, ഞാൻ അങ്ങയിൽ നിന്നും എന്റെ നിറം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അതെങ്ങനെയാ അങ്ങയിൽ നിന്നും എന്റെ നിറം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത്? അപ്പൊ നമ്മളൊരാളൊരു നിറം ഉണ്ടെങ്കിൽ അത് നമ്മളില്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് അങ്ങയിൽ നിന്നും എന്ന് പറഞ്ഞത്? അമ്മ ഭഗവാനിൽ തന്നെയാണ്, ഈ നിറം ഭഗവാനിൽ തന്നെയാണ്. അമ്മയിൽ എന്ത് മാറ്റമുണ്ടെങ്കിലും അത് ഭഗവാനിലും പ്രകടമാകും എന്നാണ് അത് ഉദ്ദേശിച്ചത്. ഇതുപോലെ ഒരു കുടുംബത്തില്, ഒരു ഭാര്യയില് ഒരു മാറ്റമുണ്ടെങ്കിൽ അത് ഭർത്താവിൽ പ്രകടമാകും, ഭർത്താവിനൊരു മാറ്റമുണ്ടായാൽ അത് ഭാര്യയിൽ പ്രകടമാകും. ഇരു ശരീരമാണെങ്കിലും ഒരു മനസ്സാണ്, അത് പ്രകടമാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ അങ്ങയിൽ നിന്നും എന്റെ നിറം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് തന്നെ ഞാൻ ഗൗരിയായി തീരുന്നതാണ്. പാർവതി ഇങ്ങനെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞപ്പോൾ മഹേശ്വരൻ വീണ്ടും പാർവതിയോട് പറഞ്ഞു, പാർവതി, പണ്ട് ബ്രഹ്മാവിന് ഈ ബ്രഹ്മപദം ലഭിച്ചതുപോലും എന്റെ കൃപ കൊണ്ടാണ്. അത് നിനക്കറിയാമല്ലോ. പിന്നെ ദേവി എന്തിനാണ് ആ ബ്രഹ്മാവിനെ വിളിക്കുന്നത്? ഇതുപോലെ നമ്മൾ പലരും ഇന്നും ചോദിക്കുന്നുണ്ട്, ഇല്ലേ? പലരും അവിടെ പോയി വിളിക്കുന്നു. ഇപ്പോൾ തന്നെ കാളി എന്ന് വിളിക്കുന്നു, ചണ്ഡിക എന്ന് വിളിക്കുന്നു, ദുർഗ എന്ന് വിളിക്കുന്നു. അതിനപ്പുറത്ത് പോയി മറ്റു പല പേരുകളും വിളിക്കുന്നു. കാലഭൈരവൻ എന്ന് വിളിക്കുന്നു, ഇല്ലേ? മഹാവിഷ്ണു എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഓരോ പേരുകളിൽ വിളിക്കുമ്പോഴും ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ഒരു അവതാര ഉദ്ദേശം ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യം. ഇവരെയൊക്കെ പ്രവർത്തിപ്പിച്ചത് മഹാദേവനാണ്. അപ്പോ നമ്മൾ പരസ്പരം ചോദിക്കേണ്ട ചോദ്യമാണ്, ഇവർക്കെല്ലാം അവരുടേതായ പദങ്ങൾ കൊടുത്തത് മഹാദേവനാണ്. പിന്നെ എന്തിനാണ് നമ്മൾ അവരെ വിളിക്കുന്നത്? നമുക്ക് മഹാദേവനോട് പറഞ്ഞാൽ പോരെ? ഇതല്ലേ ഇവിടുന്ന് പറയുന്ന, മഹാദേവനോട് പറഞ്ഞാൽ മതി. അത് തന്നെയാണ് അപ്പനും ഇവിടെ പറയുന്നത്. ബ്രഹ്മാവിന് പോലും ബ്രഹ്മപദം നൽകിയവനാണ് ഞാൻ. അപ്പൊ നീ ബ്രഹ്മാവിനെ തപസ് ചെയ്യേണ്ട കാര്യം എന്തിനാ? അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ പറയുന്നു, ബ്രഹ്മാവ് തുടങ്ങിയ സകല ദേവന്മാരും അങ്ങയിൽ നിന്ന് തന്നെയാണ് പരമപദം നേടിയതെന്ന് എനിക്കറിയാം. കണ്ടോ, അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ഒരു നാടകത്തിൽ കൂടി. അപ്പോ അമ്മ തിരിച്ചു പറയുന്നു, ബ്രഹ്മാവ് തുടങ്ങിയ സകല ദേവന്മാരും, അതായത് നമ്മൾ ഇന്ന് കൊണ്ടുപോയി വഴിപാടുകളും പൂജകളും ഗോപാല സൂക്ത ചക്രം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വഴിപാടുകൾ എന്ന, ഇതൊക്കെ ചെയ്യുന്ന അവരെല്ലാം പരമപദത്തിലെത്തിയത് ആരുടെ ഇതിൽ നിന്നാണ്? സകല ദേവന്മാരും മഹാദേവനിൽ നിന്നുമാണ് പരമപദത്തിലേക്ക് എത്തിയത്. അപ്പോൾ അത് അങ്ങയിൽ നിന്നുമാണെന്ന് എനിക്കറിയാം. അതങ്ങ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും അങ്ങയുടെ അനുമതിയോടെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് തന്നെ ഞാൻ ഈ നിറം മാറ്റാൻ ആഗ്രഹിക്കുന്നു. പുരാതന കാലത്ത് ഞാൻ ദക്ഷന്റെ പുത്രി സതിയായിരുന്നപ്പോൾ, അതായത് അമ്മ പാർവതി ദേവിക്ക് മുമ്പ് പുരാതന കാലത്ത് സതിയായിരുന്നു. അന്ന് ഞാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു തന്നെയാണ് അങ്ങയെ ഭർത്താവായി നേടിയത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ദേവി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, നീ എല്ലാ അംശങ്ങളിലും നിന്റെ അച്ഛനെ അനുകരിക്കുന്നു. കണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഭാര്യ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ
ഭാര്യയുടെ അച്ഛനെ കുറ്റം പറയുന്ന ഭർത്താക്കന്മാരില്ലേ? കേട്ടിട്ടില്ലേ? എന്റെ അച്ഛന്റെ അതേ സ്വഭാവം തന്നെ. അങ്ങേര് അല്ലെങ്കിൽ അതല്ലേ കയ്യിലിരിപ്പ്, അങ്ങേരുടെ സ്വഭാവം, അങ്ങേരുടെ ഗുണമല്ലേ കാണിക്കും, ഇങ്ങനെയൊക്കെ പറയാറ്. അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ നേരത്തെ മുൻകൂട്ടി പറയുകയാണ്. നീ എല്ലാ കാര്യങ്ങളിലും നിന്റെ അച്ഛനെ പറഞ്ഞുകൊണ്ടാണ്, ഇങ്ങനെ അനുകരിച്ചുകൊണ്ടാണ് പോകുന്നത്. പുറം വെളുപ്പും മൃദുവും, അകം കറുപ്പും കഠിനവും. അത് ആരുടെയാ? ഹിമാലയത്തെ കുറിച്ചാണ് പറയുന്നത്. പുറം വെളുപ്പാണ്, നമുക്ക് കാണുമ്പോൾ മൃദുലമായിട്ടൊക്കെ തോന്നും, പക്ഷെ അകമോ കറുപ്പും കഠിനവുമാണ്. ഇതുകൂടെ കേട്ടപ്പോൾ സ്വന്തം അച്ഛനെ കുറിച്ചുകൂടി പറയുന്നത് കേട്ടപ്പോൾ അമ്മ നല്ല രീതിയിൽ കോപാകുലയായി. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലും. ഭാര്യയെ പറഞ്ഞു പ്രകോപിപ്പിച്ച അവസാനം ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ ഭാര്യയുടെ അച്ഛനെ പറയും, ഇല്ലേ? ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടാകാറില്ലേ? ഇതൊക്കെ ഭഗവാൻ ഇങ്ങനൊരു ലീല പറയുന്നത് ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുമ്പോൾ ഇതൊക്കെ ഓർക്കുക. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് അമ്മയും അപ്പനും ഇങ്ങനൊരു ലീലയാടുന്നത് ലോകത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്നത് ലോകത്തിന് വേണ്ടിയോ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയോ ഒന്നും അല്ല. ആ വഴക്കിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അപ്പോൾ അമ്മ പറയുകയാണ്, അങ്ങ് ഗുണികകളെ ദോഷമാരോപിച്ച് നിന്ദിക്കുന്നു. അത് ഗുണമുള്ള ആൾക്കാരെ അങ്ങ് ദോഷമാരോപിച്ച് നിന്ദിക്കുന്നു. അങ്ങയുടെ ചിത്രമോ ബഹുവിചിത്രമല്ലേ? പാമ്പുകളല്ലേ ആഭരണം, ഭസ്മമല്ലേ ലേപനം, അതിൽ നിന്നും പാരുഷ്യം, വിഷമല്ലേ ഭക്ഷണം, അതിൽ നിന്ന് ദുർനിവാരത, തലയോട്ടിയല്ലേ മാല, അതിൽ നിന്നും ഭീകരത, നഗ്നയല്ലേ വസനം, അതിൽ നിന്ന് ലജ്ജയില്ലായ്മ. ഇങ്ങനെയുള്ള അങ്ങയ്ക്ക് എങ്ങനെയാണ് മറ്റുള്ളവരിൽ കനിവ് തോന്നുക, മറ്റുള്ളവരെ കുറ്റം പറയാൻ കഴിയുക? കാരണം തൻ്റെ ഭർത്താവിലുള്ള ഒരു അവസ്ഥകളെ ഏറ്റവും മോശമായി, അത് നല്ലതാ, അത് എന്താണെന്നും സർപ്പം എന്താണെന്നും വിഷം എന്താണെന്നും ഭഗവാൻ വിഷം കഴിച്ചത് എന്തിനാണെന്നും ഭഗവാൻ ഭസ്മം അണിയുന്നത് എന്തിനാണെന്നും ഭഗവാൻ പാമ്പുകളെ അണിയിരിക്കുന്നത് എന്തിനാണെന്നും അമ്മയ്ക്ക് നല്ലപോലെ അറിയാം. എന്നാലും അതിനെപ്പോലും വളരെ നെഗറ്റീവായിട്ട് അതിനെ അവഹേളിച്ചുകൊണ്ട് അമ്മ ഒരു വർത്തമാനം, അമ്മ ഇത്രയ്ക്ക് പറയണമെങ്കിൽ അത് ഇവിടെ നിന്നാ പറഞ്ഞത്, തൻ്റെ അച്ഛനെ അവഹേളിച്ചതുകൊണ്ട് അല്ലേ? അമ്മ തൻ്റെ പിതാവിനെ തൻ്റെ ഹിമവാനെ, ഈ പ്രകൃതി ഹിമവാനിൽ നിന്നാണ് വരുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനെ നിന്ദിച്ചത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? നേരെ ഭഗവാന്റെ ഗുണങ്ങളെയെല്ലാം അങ്ങ് ഗുണമില്ലാത്തതാക്കി മാറ്റി. അപ്പൊ ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഭർത്താവിന് നല്ല ഗുണങ്ങളുണ്ട്. ഭർത്താവ് ചിലപ്പോൾ ഭാര്യയ്ക്ക് സാരിയോ മാലയോ ഒക്കെ വാങ്ങിച്ചു, അല്ലെങ്കിൽ നല്ല ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആളൊക്കെ ആയിരിക്കാം. അത് എന്തെങ്കിലും വാങ്ങിച്ചാൽ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ആളായിരിക്കാം. പക്ഷെ ആ ഭർത്താവ് ചെയ്ത ഉപകാരങ്ങളൊക്കെയും തൻ്റെ ഭാര്യയുടെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഭാര്യ എന്ത് ചെയ്യും? ആ ഉപകാരങ്ങളൊക്കെയും ഉപദ്രവങ്ങളാക്കിയിട്ട് പറയും. ഇത് എല്ലാ വീട്ടിലും നടക്കുന്നതാണ്, എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. പക്ഷെ അവരെ കുറ്റം പറയാൻ പാടില്ല കേട്ടോ. ഈ ഭർത്താവ് പറഞ്ഞ് ഇങ്ങനെ അവരെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയത്തില്ല. അപ്പൊ ദേവിയോ അത് തന്നെയാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അങ്ങക്ക് എങ്ങനെയാണ് ഈ മറ്റുള്ളവരെ കുറ്റം പറയാൻ തോന്നുന്നത്? അങ്ങ് തന്നെ ഇങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് അങ്ങ് മറ്റുള്ളവരെ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അങ്ങ് നടന്നങ്ങ് പോയി. അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ദേവന്മാരുടെയും ഭൂമിയിലെ മറ്റു മനുഷ്യരുടെയും നന്മയോർത്തിട്ട് അമ്മയെ തടയാൻ നിന്നില്ല. കാരണം ആ കറുത്ത ആ ഒരു ആവരണത്തിൽ നിന്ന് വേണം ഈ അസുരന്മാരെ കൊല്ലുന്നതിനുള്ള ഒരു ശക്തി ഉണ്ടാക്കുന്നതിലേക്ക്. അങ്ങനെ പോയപ്പോൾ വെറുതെ പോയില്ല കേട്ടോ. അമ്മ ചെയ്ത കണ്ടോ? ഭർത്താവിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചിട്ട് അവിടെ നിന്ന് പോയി. അപ്പൊ ഇന്നത്തെ ഭാര്യ വീട്ടിൽ നിന്ന് പോയാൽ എന്ത് ചെയ്യും? പ്രദക്ഷിണം ചെയ്യൂ? ഒന്ന് അടിമുടി ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിപ്പോകും. പക്ഷെ അമ്മ അന്ന് അപ്പനെ പ്രദർശനമൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വേർപാട് മൂലം ഉണ്ടാകുന്ന ദുഃഖം അങ്ങനെ മനസ്സിലടക്കിക്കൊണ്ട് എവിടെയാ പോയ? ഹിമാലയ പർവ്വതത്തിലേക്ക് പോയി. അപ്പോ അമ്മയുടെ കൂടെ പൊക്കോളാൻ ഭഗവാൻ കുറച്ച് ഭൂതഗണങ്ങളെ ഏർപ്പാടാക്കി. അങ്ങനെ പോയി അനുചരന്മാരോട് ദേവി പറഞ്ഞു, ഗണങ്ങളെ, നിങ്ങളാരും എൻ്റെ കൂടെ ഒന്നും വരണ്ട, ഞാൻ ഗൗരിയായി തീരുന്നതിന് വേണ്ടി തപസ് ചെയ്യാൻ പോവുകയാണ്. ഗൗരി എന്ന് പറഞ്ഞാൽ കറുത്ത നിറം മാറ്റിയവൻ, വെളുത്ത നിറത്തിൽ ആകുന്ന ഒരവസ്ഥ, അതാണ് ഗൗരി. നിങ്ങൾ ഭഗവാനെ സൂക്ഷിച്ചു കൊള്ളുക. ഏതെങ്കിലും സ്ത്രീ ഇവിടെ വന്നാൽ ആ വിവരം ഉടനെ തന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നോക്കിക്കേ, അനാദികാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നടക്കുന്ന ഓരോ സ്ത്രീയുടെയും മനസ്സിന്റെ ആ ഒരു അവസ്ഥയെ ഇത്രയും കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ഭാര്യ ചിലപ്പോൾ വീട് വിട്ടിറങ്ങി പോയെന്നിരിക്കാം, നമ്മുടെയൊക്കെ ഭവനം വിട്ട് ഇല്ലേ? നിങ്ങളുടെയൊക്കെ ഭാര്യ പിണങ്ങി പോകുമ്പോൾ തൊട്ടടുത്ത കടയിലോ അപ്പുറത്തെ വീട്ടിലെ ആരെങ്കിലും വിളിച്ചിട്ട് എന്നാ പറയുന്നത്? അതെ,
വേറെ പെണ്ണുങ്ങളാരെങ്കിലും വരുന്നുണ്ടോന്നൊന്നും നോക്കിക്കോളണേ. എങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണം കേട്ടോ. കാരണം പിണങ്ങി പോയാലും ഭർത്താവിനോടുള്ള ആ സ്നേഹം, തൻ്റെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു മോഹം അല്ലെങ്കിൽ ഒരു ആഗ്രഹം, അതൊക്കെ ഒരു സ്നേഹത്തിന്റെ ലക്ഷണമാണ്. ഇപ്പോൾ താൻ കൊടുത്ത തന്റെ ഭർത്താവിന് കൊടുക്കുന്ന സ്ഥാനം മറ്റൊരു സ്ത്രീ കൈവശപ്പെടുത്തുമോ? എടുത്തരുത്. നോക്കിക്കേ, സാധാരണ പച്ച മനുഷ്യനായിട്ട് വന്നല്ലേ അപ്പനും അമ്മയും ഈ ലീലകൾ ഇവിടെ ആടുന്നത്. ഏത് ദൈവമുണ്ട് ഇതുപോലെ അവതരിച്ച്, അല്ലെങ്കിൽ എത്രയോ അവതാരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു. ഏത് ദൈവമുണ്ട് മനുഷ്യന്റെ സ്വഭാവം, ആ മനുഷ്യന്റെ ഓരോ സ്വഭാവങ്ങളെയും വേഷമാക്കി രൂപമാക്കി നമ്മുടെ മുന്നിൽ ആടി കാണിച്ചു തരുന്നത്? ഇതൊക്കെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതൊക്കെ ആരെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടോ? നോക്കിക്കേ, ഈ ജഗന്മാതാവാണ്, ലോകത്തിന്റെ മാതാവാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെ ആർക്ക് വേണ്ടിയാ? ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്. നോക്കിക്കേ, അപ്പോൾ പറഞ്ഞിട്ട് പോവാ, മറ്റു സ്ത്രീകളൊന്നും വരാതെ നോക്കണം. ഓരോ മനുഷ്യൻ, ഓരോ സ്ത്രീകളുടെയും മനസ്സായിട്ട് അമ്മ മാറുകയാണ്. ഈ ലോകത്തെ ഓരോ സ്ത്രീകളുടെയും, ഓരോ ഭാര്യയുടെയും മനസ്സായിട്ട് അമ്മ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഭഗവാനോ ഓരോ ഭർത്താവിൻ്റെയും മനസ്സായിട്ട് മാറുകയാണ്. ഇല്ലേ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം പോകുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് അങ്ങോട്ട് അമ്മ അവിടെ കൊടുമ്പനത്തിൽ തപസ്സനുഷ്ഠിച്ചതായിട്ടും വിശന്നു വലിഞ്ഞൊരു പുലി ഭക്ഷിക്കാൻ വന്നതായിട്ടും, പക്ഷെ അമ്മ കാരുണ്യത്തോടെ നോക്കിയത് കൊണ്ട് പുലിയുടെ ആ ഒരു സ്വഭാവമൊക്കെ വിട്ടുമാറുകയും അതിന് പുലിയുടേതായ സ്വഭാവം വിട്ടുമാറി അതിനും കരുണ നിറയുകയും ചെയ്തു എന്നാണ്. അപ്പോൾ നമ്മൾ പ്രകൃതിയെ കരുണയോടുകൂടി, പ്രകൃതി നമ്മെ കരുണയോടുകൂടി നോക്കുന്നുണ്ട്, നമ്മളും കരുണയോടുകൂടി നോക്കണം എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? പ്രകൃതി അപ്പോൾ ആക്രമിക്കാവുന്ന പുലിയെ അമ്മ കരുണയോടുകൂടി നോക്കി, അതിന്റെ ഭാവം മാറി, അതിനും കരുണയുണ്ടായി, അതങ്ങനെ കാവലായി നിന്നു. മറ്റു ഇതിൽ നിന്നൊക്കെ അമ്മയ്ക്ക് സുരക്ഷയൊരുക്കി, അങ്ങനെ തപസ് ചെയ്തു. അപ്പോഴും അമ്മയുടെ മനസ്സിൽ ഭഗവാൻ ശങ്കരൻ തന്നെ ബ്രഹ്മാവിന്റെ വേഷം കെട്ടി വന്ന് തന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് തന്നെയാണ് അവിടെ നിന്ന് തപസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ പിണങ്ങിപ്പോയാൽ എന്താ വീട്ടിൽ നിന്ന് വിചാരിക്കുന്നത്? എൻ്റെ സ്നേഹമുള്ള ഭാര്യമാർ, എൻ്റെ ഭർത്താവ് വന്നില്ലെങ്കിലും ഭർത്താവ് പറഞ്ഞിട്ട് ആരെയെങ്കിലും പറഞ്ഞു വിടുമായിരിക്കും എന്നും കരുതിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഒന്നൊക്കെ പരിശ്രമിക്കാൻ കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒരാളെ വിട്ടിട്ട് പിണക്കമൊക്കെ മാറ്റി വരൂ എന്ന് പറഞ്ഞു നോക്കുക, ചിലപ്പോൾ വന്നാലോ. അപ്പോ അങ്ങനെയൊക്കെ തപസ് ചെയ്തപ്പോ ബ്രഹ്മദേവൻ വന്നു, പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാരുണ്ടായിരുന്നു, നാരായണൻ ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ തപസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ നിറമാണ് പ്രശ്നം, എന്നെ അവഹേളിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, ദേവി മനസ്സ് വെച്ചാൽ തന്നെ ഈ നിറം അഴിച്ചു മാറ്റാവുന്നതല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഇത്രയും കഠിന തപസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതെന്റെ ഭർത്താവിന്റെ നിന്ദ സഹിക്കാൻ വയ്യ, എനിക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ വിഷമം മാറുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ തപസ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഭഗവാനും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ബ്രഹ്മദേവനും എല്ലാവരും വന്നു. അങ്ങനെ എന്തിനാണ് ഇത്ര കഠിന തപസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞു മനസ്സിലാക്കി. ഭർത്താവിൻ്റെ നിന്ദയാണ്, സാരമില്ല, ഭവതിക്ക് വെളുത്ത നിറമുണ്ടാകും, അത് ദേവി തന്നെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നടക്കുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നില്ല എന്ന്, എനിക്കിങ്ങനെ കഠിനമായി തപസ് ചെയ്തതിന് എൻ്റെ ഭർത്താവ് മനസ്സിലാക്കണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ദേവിയുടെ വിഷമങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു കാമഭാവം ഇല്ലാതെ വേണം ആ ഒരു ഇത് എങ്ങനെയാണ് ഈ കറുത്ത വസ്ത്രം അണിഞ്ഞത്? ഒരു കാമഭാവം ഉണ്ടായില്ലേ? ഭഗവാനോടുള്ള പ്രേമം കൊണ്ടല്ലേ ഈ കറുത്ത വസ്ത്രം അണിഞ്ഞത്. കാരണം തൻ്റെ ഈ സൗന്ദര്യം, വസ്ത്രമെന്നല്ല അത്, ചർമ്മം എന്നാ പറയുന്നത്, തൻ്റെ സൗന്ദര്യം തൻ്റെ ഭർത്താവല്ലാതെ മറ്റാരും കാണരുത് എന്ന് കരുതിയിട്ടാണ് ആ കറുപ്പ് അണിയത്. ഇന്ന് നമ്മുടെ മുസ്ലിം സഹോദരിമാരൊക്കെ പർദ്ദയണിയുന്നു എന്ന് പറയുന്നത് അതുപോലെ. അപ്പോൾ അതിനു വേണ്ടിയാണ് അണിഞ്ഞത്. പക്ഷെ അത് ഭർത്താവിനോടുള്ളൊരു കാമഭാവമുണ്ട് അതിനകത്ത്, ഇല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ ഇത് മാറ്റി വീണ്ടും വെളുത്ത സ്വരവും ഉണ്ടാകുമ്പോൾ അതുണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ നാടകം ഇങ്ങനൊരു ഇതിൽ ഭഗവാൻ അത് ആടിയത്, ഈ ഒരു ലീലയാടിയത്. അങ്ങനെ വന്നു. അങ്ങനെ ആ ഒരു അവസരം കിട്ടി. ആ സമയത്ത് തന്നെ ആ ചർമ്മത്തെ ഊരി മാറ്റിയെന്നാണ് പറയുന്നത്. നമ്മൾ വസ്ത്രം ഊരി മാറ്റുന്ന പോലെ, കറുത്ത വസ്ത്രം ഊരി മാറ്റുന്ന പോലെ ആ ചർമ്മത്തെ ഊരി മാറ്റുകയും, ഊരി മാറ്റി ആ ചർമ്മത്തിൽ നിന്നൊരു രൂപമുണ്ടാവുകയും ചെയ്തു. അത് കാളി എന്നറിയപ്പെട്ടു. അതായത് അമ്മയുടെ, ഈ പ്രകൃതിയുടെ ഈ കറുത്ത ചർമ്മത്തിൽ നിന്നുണ്ടായ ആ കാളി. അങ്ങനെ അതിന് ആ കാളി എന്ന് പറയുന്ന രൂപം ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴാണ് അമ്മ ഇങ്ങനെ ആ ഒരു രൂപത്തെ കണ്ടു, അതിനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അസുരന്മാരുടെ ശല്യം കൂടിയിരിക്കുകയാണ്, അമ്മയുടെ ഈ ചർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഈ കാളി എന്ന് പറയുന്ന ആ ഒരു രൂപത്തിന് മാത്രമേ അവരെ വധിക്കുവാൻ കഴിയുകയുള്ളൂ, അവരെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കാളി അനുഗ്രഹിച്ചു. അമ്മ തന്നെ ആയുധങ്ങളൊക്കെ കൊടുത്തു. അസുരന്മാരെ നിഗ്രഹിക്കുക, മോക്ഷം കൊടുക്കുക. നിഗ്രഹത്തിലൂടെയാണ് മോക്ഷം ഉണ്ടാകുന്നത്. അതിനുശേഷം മോക്ഷം കൊടുക്കുവാനായിട്ട് കാളി രൂപം പുറപ്പെട്ടു. അമ്മ പഴയ പോലെ വെളുത്ത സുന്ദരിയായ നമ്മുടെ പൊന്ന്
ഓമന അമ്മയായിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ അപ്പോൾ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ നോക്കി പറഞ്ഞു, അങ്ങയുടെ ഉദ്ദേശം ലോകനന്മയ്ക്കായിരുന്നുവല്ലോ എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഭഗവാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ജഗന്മാതാവല്ലേ എൻ്റെ ലീലയുടെ ഉദ്ദേശം എന്താണെന്ന് ഭഗവതിക്ക് മനസ്സിലാവാതെയുണ്ടോ? അപ്പോ അമ്മ പറഞ്ഞു, ജഗന്മാതാവ് തന്നെയാണ്, പക്ഷെ അങ്ങ് തുടങ്ങുമ്പോൾ തന്നെ എനിക്കറിയാം അത് ലോകരക്ഷയ്ക്കാണ്. അതുകൊണ്ട് എൻ്റെ ദൈവീകത്വത്തെ ഞാൻ അങ്ങയിലേക്ക് തന്നിട്ട് ഞാൻ സാധാരണ ഒരു പെണ്ണായി മാറി. നോക്കിക്ക്, അതായത് അങ്ങയൊരു വിഷയം പറഞ്ഞപ്പോൾ തന്നെ അറിയാം ഇത് വെറുതെ ആയിരിക്കില്ല, എന്തോ എൻ്റെ ഭഗവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ദൈവീകത്വത്തെ അങ്ങയിലേക്ക് നൽകിയിട്ട് ഞാനൊരു വെറും പെണ്ണായിട്ട് മാറി ഇല്ലേ? അതാണ് നമ്മുടെ അമ്മ, നമ്മുടെ അപ്പൻ നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ പരിപാലിക്കുകയും നമുക്കായിട്ട് നമ്മുടെ വിഷയങ്ങളെ പകർത്തിക്കൊണ്ട്, നമ്മുടെ വിഷയങ്ങളെ വേഷങ്ങളാക്കിക്കൊണ്ട് നമ്മുടെ മുന്നിൽ ലീലയാടിത്തന്ന് നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ അപ്പനും അമ്മയും. അതുകൊണ്ട് വിശ്വാസത്തോട്, സ്നേഹത്തോടെ, ആദരവോടുകൂടി, മനസ്സിൽ ഉത്സാഹത്തോടു കൂടിയിട്ട് ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ, ഉമാമഹേശ്വരായ നമഃ ജപിക്കുക. നന്മകളും സന്തോഷങ്ങളും ഒക്കെയും ഉണ്ടാകും. അപ്പൻ തരും, തരാതിരിക്കില്ല, തരും. അല്ലെങ്കിൽ അമ്മ ചോദിച്ചു വാങ്ങിച്ചു തരും. ജപിക്കുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. സമയം ഒരുപാടായി, അല്ലെങ്കിൽ ഇതിന്റെ കുറെ കാര്യങ്ങൾ പറയാമായിരുന്നു. എല്ലാവരെയും ഭഗവാൻ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓം ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ.